കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കഥാസാഗരത്തിന് സമയമായി. അതുപോലെ ഞാൻ ബോണി കഥയുമായിട്ട് എത്തിയിരിക്കുകയാണ്. കഥ പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി പറയുകയാണ്, കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തച്ഛി കഥകളും ഇതിഹാസ കഥകളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. അപ്പോൾ കഥ മാത്രമല്ല, അവസാനം കുറച്ച് വർത്തമാനമൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ കഥയിലോട്ട് നമ്മൾ കിടക്കുന്നു. ക്ലാസിക് മൃഗകഥകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു കഥയാണ് ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് താമസിക്കേണ്ട, കഥയിലോട്ട് കിടക്കാം. പണ്ട് ഉക്രൈനിൽ ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് സുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരുന്ന ആ ബാലിക കൊട്ടാരത്തിലും മുറ്റത്തും തോട്ടത്തിലുമൊക്കെ ഓടി നടക്കും, പാട്ടുപാടും, കൂട്ടുകാരോടൊപ്പം കളിക്കും. അങ്ങനെയിരിക്കെ അവളുടെ അമ്മ പെട്ടെന്ന് മരിച്ചുപോയി. ആ നഷ്ടത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ തക്കവണ്ണം അവൾ വളർന്നിരുന്നില്ല. ഭാര്യയുടെ ദേഹവിയോഗം രാജാവിനെ ദുഃഖത്തിലാഴ്ത്തി. മകളെ അതിരറ്റ് സ്നേഹിച്ചിരുന്ന രാജാവ് അവളുടെ പരിചരണത്തിന് ഒരമ്മയുടെ കുറവുണ്ടെന്ന് മനസ്സിലാക്കി. മകൾക്ക് വേണ്ടി രാജാവ് തലസ്ഥാന നഗരിയിൽ നിന്നും ഒരു സ്ത്രീയെ കണ്ടെത്തി വിവാഹം കഴിച്ചുകൊണ്ടുവന്ന് തൻ്റെ റാണിയാക്കി. പക്ഷേ ആ സ്ത്രീ ഒട്ടും ദയവില്ലാത്തവളാണെന്ന വസ്തുത രാജാവിന് അറിയുമായിരുന്നില്ല. പോരെങ്കിൽ കുമാരിയുടെ അതേ പ്രായത്തിലുള്ള ഒരു മകളും അവർക്കുണ്ടായിരുന്നു. സ്വന്തം മകളുടെ സുഖസൗകര്യങ്ങൾക്ക് മാത്രമാണ് റാണി ശ്രദ്ധിച്ചിരുന്നത്. രാജകുമാരിയെ പീഡിപ്പിക്കാനും കൊടും ക്രൂരതകൾ വിധേയമാക്കാനും കിട്ടുന്ന അവസരമൊന്നും ആ രണ്ടാനമ്മ പാഴാക്കിയിരുന്നില്ല. നേരം പുലരുന്നതിന് മുമ്പ് തന്നെ കുമാരി എഴുന്നേറ്റ് കൊട്ടാരത്തിലെ ജോലികളിൽ വ്യാപൃതയാവണം. മുറ്റമടിക്കലും വെള്ളം കോരലും തുണി അലക്കലും എല്ലാം കുമാരിയുടെ ചുമതലയാണ്. പുറമേ രണ്ടാനമ്മയ്ക്കും മകൾക്കും പ്രാതലൊരുക്കണം. ഭക്ഷണം അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കടുത്ത ശിക്ഷ ലഭിക്കും. അവർ കഴിച്ചതിൻ്റെ ഉച്ഛിഷ്ടമാണ് കുമാരിക്ക് രണ്ടാനമ്മ കൊടുത്തിരുന്നത്. അങ്ങനെ പട്ടിണിയും പാരവശ്യവുമായി രാജകുമാരി രാജധാനിയിൽ കഴിഞ്ഞുകൂടി. ഇക്കാര്യമൊന്നും അച്ഛൻ രാജാവ് അറിയുകയോ അന്വേഷിക്കുകയോ ചെയ്തിരുന്നില്ല. കൊട്ടാരത്തിലെ പശുവിനെ കാട്ടിലേക്ക് മേയാൻ കൊണ്ടുപോകുന്ന ജോലിയും കുമാരിയുടേതായിരുന്നു. അങ്ങനെ പകൽ മുഴുവൻ അവൾ ഒറ്റയ്ക്ക് വനത്തിനകത്ത് കഴിയും. തിരിച്ച് വളരെ വൈകി അരമനയിലെത്തുന്ന അവൾക്ക് ആഹാരമൊന്നും കിട്ടിയിരുന്നില്ല. എന്നിട്ടും കുമാരി സന്തോഷവതിയായിരുന്നു. കാരണമുണ്ട്. കുമാരി മേയാൻ കൊണ്ടുപോകുന്ന പശു ഒരു മാന്ത്രിക പശുവായിരുന്നു. മേച്ചിൽ മൈതാനത്തെത്തിയാൽ കുമാരി പശുവിൻ്റെ വലത് ചെവിയിൽ കയറി ഇടത് ചെവിയിലൂടെ പുറത്തിറങ്ങും. അതോടെ അവളുടെ വിശപ്പും ദാഹവും പമ്പ കിടക്കും. ശക്തിയും സൗന്ദര്യവും 10 മടങ്ങ് വർദ്ധിക്കും. സ്വാഭാവികമായിട്ടും ഇക്കാര്യങ്ങളൊന്നും ആരും അറിഞ്ഞിരുന്നില്ല. പക്ഷേ രണ്ടാനമ്മ അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് സംശയമായി. കൊട്ടാരത്തിൽ നിന്ന് വേണ്ടത്ര ആഹാരം ലഭിക്കാതിരുന്നിട്ടും രാജകുമാരിക്ക് ക്ഷീണമോ ഔഷധയോ കാണുന്നില്ല. മറിച്ച് അവൾ കൂടുതൽ ഊർജ്ജസ്വലയും സുന്ദരിയുമായി മാറുകയാണ്. അതിൻ്റെ രഹസ്യം കണ്ടുപിടിക്കാനായി റാണിയും മകളും പാത്തും പതുങ്ങിയും ഒരു ദിവസം കുമാരിയെ പിന്തുടർന്നു. അങ്ങനെ പിന്തുടർന്ന് ഈ മാന്ത്രിക പശുവിൻ്റെ അടുത്തെത്തി. രാജകുമാരി പതുപോലെ പശുവിൻ്റെ വലത് ചെവിയിൽ കയറി ഇടത് ചെവിയിലൂടെ പുറത്തിറങ്ങി. ഇതെല്ലാം നമ്മുടെ രണ്ടാനമ്മയും മകളും കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. കുമാരി പശുവിൻ്റെ വലത് ചെവിയിലൂടെ അകത്ത് കടന്ന് ഇടത് ചെവിയിലൂടെ പുറത്തേക്കിറങ്ങുന്നു. അതോടെ അവൾ ഒരു മാലാഖയായി മാറുന്നു. ഇതാണ് അവർ കണ്ട കാഴ്ച. അവർ ആകെ അത്ഭുതപ്പെട്ടു. രണ്ടുപേരും
അത്ഭുതത്തോടെ പരസ്പരം നോക്കി. ഇതെന്താണ് ഈ സംഭവിക്കുന്നത്? പിന്നെ റാണി രണ്ടാമതൊന്നും ചിന്തിച്ചില്ല. റാണി തൻ്റെ വിരൂപയായ മകളോടും അതേ കൃത്യം നിർവഹിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ തിടുക്കത്തിൽ അവൾ ഇടത് ചെവിയിലൂടെ പ്രവേശിക്കുകയും വലതിലൂടെ പുറത്തിറങ്ങുകയുമാണ് ഉണ്ടായത്. ആ പെൺകുട്ടി ചെവിയിൽ നിന്നിറങ്ങിയത് ഒരു കൊച്ചു കുരങ്ങായിട്ടായിരുന്നു. തൻ്റെ പുത്രി ഒരു വാനരജന്മമായി മാറിയത് കണ്ട് ആ സ്ത്രീ അസ്തപ്രജ്ഞയായി. കുരങ്ങായി മാറിയ രണ്ടാനമ്മയുടെ പുത്രി വൃക്ഷക്കൊമ്പുകളിലേക്ക് ചാടിക്കേറി കാനനത്തിലെവിടെയോ മറഞ്ഞു. തൻ്റെ കുഞ്ഞിനെ പിരിയാനാകാതെ പിന്തുടർന്നോടിയ ആ സ്ത്രീയും ഇരുൾ വനത്തിലെവിടെയോ അപ്രത്യക്ഷമായി. ഇത്രയുമാണ് കഥ. ഇത് ചാൾസ് പെരാൾട്ട് എഴുതിയ ഒരു കഥ ആണ്. ഞാൻ നേരത്തെ ഇതെടുത്ത പുസ്തകത്തിൻ്റെ പേര് പറഞ്ഞു, അതുകൊണ്ട് അത് വീണ്ടും ആവർത്തിക്കുന്നില്ല. നമുക്കങ്ങനെ ഒരു വലിയൊരു ഗുണപാഠമൊന്നും ഒറ്റ വായനയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതം ഒരു അനുകരണമല്ലേ എന്ന് തോന്നിപ്പോകും. ഇവിടെ അനുകരണമാണല്ലേ സംഭവിക്കുന്നത്. ഒരു അസൂയ കലർന്ന അല്ലെങ്കിൽ ഒരു അത്യാഗ്രഹം കലർന്ന അനുകരണം. ഒരാൾ ചെയ്യുന്ന കണ്ട് ചാടി പുറപ്പെടുകയാണ്. അയാളെപ്പോലെ ആവണം. അയാൾക്ക് സൗന്ദര്യം കൂടുന്നു, ഊർജ്ജസ്വലയാകുന്നു. ഒരു വ്യക്തി ചെയ്യുന്നത് കണ്ട് മറ്റൊരു വ്യക്തി അനുകരിക്കുകയാണ്. ആ വ്യക്തി ചെയ്യുന്നത് എന്തിന്, അല്ലെങ്കിൽ അവർക്കത് ഗുണകരമാണ്, അതുകൊണ്ടാണ് അവർ ചെയ്യുന്നത് എന്നൊന്നും ആലോചിക്കാതെ ഇവിടെ രണ്ടാനമ്മയുടെ കാര്യം ഞാൻ പറയുകയാണ്. രണ്ടാനമ്മ തൻ്റെ മകളെ കൊണ്ട് രാജകുമാരി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയാണ്. ഒരു അനുകരണം ഇവിടെ സംഭവിക്കുകയാണ്. പക്ഷേ അനുകരണം തെറ്റിപ്പോയി. വലതിലൂടെ പ്രവേശിക്കേണ്ടതിന് പകരം ഇടത് ചെവിയിലൂടെ പ്രവേശിക്കുകയും അങ്ങനെ ആ കുട്ടി ഒരു കുരങ്ങായി മാറുകയും ഒക്കെ ചെയ്യുകയാണ്. ഇത് കഥയിൽ ചോദ്യമില്ല. പക്ഷെ നമ്മൾ നിത്യജീവിതത്തിൽ ഇതല്ലേ ചെയ്യുന്നത്. എപ്പോഴും ഫാഷനായാലും നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളായാലും പലപ്പോഴും അനുകരണമാണ്. അപ്പുറത്ത് ആരെങ്കിലും ചെയ്യുന്നു, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ആരെങ്കിലും വാങ്ങിച്ചു, അല്ലെങ്കിൽ ഒരു സുഹൃത്ത് അങ്ങനെ ഒരു വസ്ത്രമിട്ട് അതുകൊണ്ട് ഞാനും വാങ്ങിക്കുന്നു. അങ്ങനെയെല്ലാം അനുകരണമാണ്. എന്ത് മറ്റുള്ളവർ ചെയ്യുന്നോ അതിനൊക്കെ നമ്മൾ ചെയ്തില്ലെങ്കിൽ അതൊരു കുറവായിട്ട് നമ്മൾ കണക്കാക്കുകയാണ്. ഒരു വലിയ വീട് വെക്കുന്നു, നമ്മളും അതിനൊക്കൊരു വീട് വെക്കണം. അപ്പോൾ സമ്പത്ത് ഉണ്ടോന്നോ, അതിനുള്ള പ്രാപ്തി ഉണ്ടെന്നോ, അതിനുള്ള വരുമാനമുണ്ടെന്നോ ഒന്നും ആലോചിക്കാറില്ല. കാറ് മേടിക്കുമ്പോഴായാലും ഇതിനൊക്കെ വീടുകൾ നിർമ്മിക്കുമ്പോഴായാലും മുന്തിയനം വസ്ത്രങ്ങളും സ്മാർട്ട് ഫോണും, ഇവൻ എന്തു പറയുന്നു, പഠനം പോലും. ഞാൻ അതിലേക്കാണ് പതുക്കെ വന്നത്. ഒരു കുട്ടിയുടെ കഴിവ് എന്താണെന്ന്, നൈസർഗികമായ കഴിവ് എന്താണെന്ന് മനസ്സിലാക്കാതെ പലപ്പോഴും സമൂഹം ചില കോഴ്സുകൾ ചെയ്യുന്നു. ഡോക്ടറിന് പഠിക്കുന്നു, MBBS പഠിക്കുന്നു, അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്നു. ഒട്ടേറെ പേർ സമൂഹത്തിൽ ഒരു സ്ഥാനമാനം കിട്ടാൻ വേണ്ടി ഈ കോഴ്സുകൾ പഠിച്ച് ഇത്തരത്തിലുള്ള ജോലി ചെയ്താൽ സമൂഹത്തിലൊരു വിലയും നിലയുമൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളതിനു വേണ്ടി കൊട്ടി പുറപ്പെടുന്നു. എല്ലാവരും വിജയിക്കണമെന്നില്ല, കുറേ പേർ പരാജയപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവിടെ നമ്മൾ നമ്മുടെ അഭിരുചി അറിയുന്നില്ല. വേറൊരു വിദ്യാർത്ഥിക്ക് അതിലൊരു താല്പര്യവും അതിനുള്ള കഴിവും അതിനുള്ള നൈപുണ്യവും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അതെല്ലാവർക്കും, വേറൊരു വ്യക്തിക്ക് അത് ഉണ്ടാവണമെന്നില്ല. ആ വ്യക്തിക്ക് വേറെ ചില മേഖലകളിലായിരിക്കും കഴിവ്. പലപ്പോഴും ഇതൊന്നും ചിന്തിക്കാറില്ല. നാട് ഓടുന്നു, ഞാനും ഓടുന്നു എന്നുള്ള മട്ടിൽ പലപ്പോഴും പല കോഴ്സുകളും തന്നെ പഠിക്കുന്നത്. ഇവിടെ നമുക്ക് ചുറ്റുമുള്ള ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഇത്തരത്തിൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകി കുട്ടികളെയൊക്കെ വലവീശി പിടിക്കാറുണ്ട് പല പല കോഴ്സുകൾക്കും വേണ്ടി. ഇത് കണക്ക് ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതിൽ എത്ര പേർക്ക് യഥാർത്ഥത്തിൽ അതിനകത്ത് അഭിരുചി ഉണ്ടെന്നൊക്കെ ഉള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഈ അവസരത്തിൽ ഞാൻ ഇതുമായിട്ടൊന്ന് കണക്ട് ചെയ്യുകയാണ്. ഈ കഥയിലെ രണ്ടാനമ്മയും അങ്ങനെയാണ്, തൻ്റെ കുട്ടിയെയും അങ്ങനെ ചെയ്യിപ്പിക്കുകയാണ്. അവസാനം അതൊരു കുരങ്ങായി മാറുകയാണ്. അങ്ങനെ ഒരു മാറ്റം, ഒരു പരാജയത്തിൻ്റെ മാറ്റവും നമുക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓരോ ദിവസവും ഓരോ നിമിഷവും
നമുക്ക് അനുയോജ്യമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് സംഭവിക്കുന്നത്. കഥയുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞതേ ഉള്ളൂ ഇത്രയും കാര്യങ്ങൾ. ഞാൻ ഈ പശുവിൻ്റെ കാര്യം വായിച്ചപ്പോൾ തോന്നിയതാണ്. പ്രായം ചെല്ലുന്നത് ഔഷധയിലോട്ടാണ്. പ്രായമെന്ന് പറഞ്ഞാൽ ഒട്ടേറെ ഔഷധങ്ങളും കൂടെ അനുഭാവമായിട്ടുണ്ട്. ഞാൻ ആലോചിക്കുകയായിരുന്നു, പശുവിൻ്റെ ചെവിയിലൂടെ കടന്നു വരുമ്പോൾ ഊർജ്ജസ്വലയും സുന്ദരിയൊക്കെ ആകുന്ന കണക്ക് വാർദ്ധക്യത്തിലുള്ളവർക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു വഴി ഉണ്ടായിരുന്നെങ്കിൽ വാർദ്ധക്യം മാറ്റാനായിട്ട്. അത് പ്രകൃതിക്ക് വിരുദ്ധമാണെന്ന് എനിക്കറിയാം, എന്നാലും ഞാനൊന്ന് ആലോചിച്ച് പോവുകയാണ്. രണ്ടാം ശൈശവമാണ് അല്ലേ വാർദ്ധക്യം എന്ന് പറയുന്നത്. വൃദ്ധരായവരെ നോക്കുന്നവർ, പരിപാലിക്കുന്നവർ, മക്കൾ, അവർ യഥാർത്ഥത്തിൽ വലിയ കഷ്ടത അനുഭവിക്കുന്ന കാലം കൂടിയാണ് ഈ വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ. വീട്ടിൽ വൃദ്ധരായ മാതാപിതാക്കളുണ്ടെങ്കിൽ കുട്ടികളെ നോക്കുന്ന കണക്ക് തന്നെ ഉറക്കമില്ലാത്ത രാത്രികളും, ഡയപ്പറുകൾ മാറ്റുന്നു, നെബുലൈസേഷനും മരുന്നുകൾ നൽകുന്നു അല്ലേ. ശ്വാസതടസ്സമൊക്കെ വരുമ്പോൾ അതിനുള്ള മാർഗങ്ങളൊക്കെ നോക്കണം, അത് മാറ്റാൻ. ഇതെല്ലാം കുട്ടികൾക്കും ഉണ്ടാകുന്ന കാര്യങ്ങൾ. നടക്കാൻ സഹായിക്കുന്നു. മറ്റുള്ള അല്ലേ വൃദ്ധരായ ആൾക്കാർ അവരെങ്ങനെയാണ് ഈ അവസ്ഥ കടന്നു പോകുന്നത് നമ്മൾ മനസ്സിലാക്കുന്നു, പഠിക്കുന്നു. അത് കണക്ക് അവിടുത്തെ നല്ല രീതികൾ നമ്മളിവിടെ കൊണ്ടുവരാൻ നോക്കുന്നു. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ. എന്തായാലും നോക്കുന്നവർക്ക് ഒരു പരീക്ഷണ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിലാണല്ലേ തൊലിയൊക്കെ വളരെ സോഫ്റ്റ് ആവുകയും, കിടപ്പ് രോഗികളാണെങ്കിൽ ആ സമയത്ത് ഒരു ബെഡ് സോർ എന്നൊക്കെ പറയുന്ന അല്ലേ വ്രണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കട്ടിയുള്ള തുണിയൊക്കെ ഉരഞ്ഞ് വളരെ നൈർമല്യമുള്ള തൊലികളാണ് വാർദ്ധക്യമാകുമ്പോൾ ചുളിവുകളൊക്കെ വീണ് പെട്ടെന്ന് മുറിവേൽക്കാനും സാധ്യതയുണ്ട്, മുറിവുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുമല്ല വൃദ്ധരായ ആൾക്കാർ പെട്ടെന്ന് ശോഭിക്കും, പെട്ടെന്ന് അവർ കരയുകയും, പെട്ടെന്ന് അവർ അസ്വസ്ഥരാകുകയും ഇറിറ്റേറ്റഡ് ആവുകയൊക്കെ ചെയ്യും. നമ്മൾ പറയുന്നതൊന്നും അവർ കേൾക്കണമെന്നില്ല. ആഹാരം നമ്മൾ കൊടുക്കുമ്പോൾ ചിലപ്പോൾ കഴിക്കത്തില്ല, മരുന്ന് ചിലപ്പോൾ കഴിക്കില്ല, വാശി പിടിക്കും, ദേഷ്യം കാണിക്കും അല്ലേ. അങ്ങനെയൊക്കെ ഒരു ഞാനതാ രണ്ടാമത്തെ കുട്ടിക്കാലമെന്നോ ശൈശവമെന്നോ ഒക്കെ വേണമെങ്കിൽ നമ്മളിതിനെ വിളിക്കുന്നത്. ഇന്ത്യയിൽ യുവത ഒരു വലിയ വിഭാഗമുണ്ട്, വലിയൊരു ജനസംഖ്യയിൽ ഒരു വലിയ വിഭാഗം യുവതയുണ്ടെങ്കിലും ഒരു വലിയ വിഭാഗം പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലിപ്പോൾ ഒരു 153 മില്യൺ ആൾക്കാർ 60 വയസ്സിന് മേളിലുള്ളവരാണ്. 2050 ആകുമ്പോൾ അതൊരു 347 മില്യൺ ആൾക്കാരായി, അതായത് വൃദ്ധരായ അല്ലെങ്കിൽ വയോധികരുടെ ഒരു ജനസംഖ്യ എന്ന് പറയുന്നത് 347 മില്യൺ ആവുമെന്നാണ് UNFPA റിപ്പോർട്ട് പറയുന്നത്. ജനന നിരക്ക് കുറയുകയാണ്, ആയുസ് വർദ്ധിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വൃദ്ധരുടെ എണ്ണം വളരെ 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 വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സാധ്യതയല്ല, അതൊരു സത്യമാണ്. പക്ഷേ ഇവരെയൊക്കെ നോക്കാനും പരിചരിക്കാനും വേണ്ടിയുള്ളൊരു സപ്പോർട്ട് സിസ്റ്റം നമുക്കുണ്ടോ? അതൊരു ചോദ്യമാണ് അല്ലേ. ഇത്രയും പേരെയൊക്കെ എങ്ങനെ ചികിത്സിക്കും? എവിടെ ചികിത്സിക്കും? ആര് പരിപാലിക്കും? ഇവർക്കുള്ള മരുന്നുകൾ, കിടക്കകൾ, പാർക്കാനുള്ള ഇടങ്ങൾ, ശുശ്രൂഷിക്കാനുള്ള ഡോക്ടർമാർ, നഴ്സുമാർ, കൂട്ടിരിപ്പുകാർ, ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യകതയില്ലേ? അതൊക്കെ നമ്മൾ മുന്നിൽ കാണുന്നുണ്ടോ? ഇതൊക്കെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പീഡിയാട്രിഷ്യൻസ്, അതായത് കുട്ടികളുടെ ഡോക്ടർമാർ നമുക്ക് വളരെയധികമുണ്ട്. ജീറിയാട്രിഷ്യൻസ്, അതായത് വൃദ്ധരുടെ അസുഖങ്ങൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളും ഡോക്ടർമാരും നമുക്ക് എത്രമാത്രം ഉണ്ടെന്നുള്ള കാര്യം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വലിയ നഗരങ്ങളിൽ പോലും അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റോ അങ്ങനെ ആശുപത്രികളെടുത്താൽ തന്നെ അവിടെ ജീറിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റ്സ് വളരെ കുറവാണ്. പല ആശുപത്രികളിലും അതില്ല എന്നുള്ളതാണ് വസ്തുത. എന്തു പറയാൻ, പല മെഡിക്കൽ കോളേജുകളിൽ പോലും ഇല്ല, ഒരു വസ്തുതയാണ്. വളരെ കുറച്ച് മാത്രമേ നമ്മൾ കാണാറുള്ളൂ, റെയറാണ്. അപ്പോൾ അത്തരം ജീറിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റുകൾ വളരെ വിരളമാണ് ആശുപത്രികൾ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, മെഡിക്കൽ കോളേജുകളിൽ പോലും വിരളമാണ്. അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഡോക്ടർമാരും ഇങ്ങനെയുള്ള രോഗികളെ കൈകാര്യം ചെയ്യാൻ പ്രഗത്ഭരായ, പ്രാഗൽഭ്യം ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ ട്രെയിനിങ് പരിശീലനം ലഭിച്ചിട്ടുള്ള നഴ്സുമാരായാലും ഡോക്ടർമാരും ഒക്കെ വളരെ കുറവാണ്. അതുമൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇവർക്ക് ആവശ്യമായ ഒരു സാമൂഹിക പിന്തുണയ്ക്കുള്ള കാര്യങ്ങൾ നമ്മൾ നടപ്പിലാക്കണം അല്ലേ. പ്രത്യേകിച്ച് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒരുപോലെ ഇതിനുള്ള ആവശ്യകതയുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യുകയും അതുകണക്ക് തന്നെ അതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുകയൊക്കെ ആവശ്യമാണ്. പിന്നെ ഒരു മാനസിക തലത്തിലും സാമൂഹിക തലത്തിലുമൊക്കെ ഒട്ടേറെ ആവശ്യങ്ങൾ
ഈ വൃദ്ധരായ ആൾക്കാർക്കുണ്ട്. സുരക്ഷയും പരിചരണവും ഒക്കെ അവർക്ക് ആവശ്യമാണ്, മാനസികമായും സാമൂഹികപരമായിട്ടും ഒക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട വസ്തുതയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥാസാഗരം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും ഒരു കഥയുമായിട്ട് കേട്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി.